ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27 തിങ്കളാഴ്ചയാണ്. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ്. കാരണം FOMC മീറ്റിംഗ് ഈ ആഴ്ച നടക്കുന്നുണ്ട്. കൂടാതെ 4 ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമേ ഇന്ത്യൻ വിപണിയിൽ നമുക്കുള്ളൂ. വെള്ളിയാഴ്ച മാർക്കറ്റ് ഹോളിഡേ ആണ്. ഈ വീക്കെൻഡിൽ സംഭവിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച സ്റ്റീവ് വിറ്റ്ഹോഫ്, ജയഡ് കുഷ്ണർ എന്നിവരെ പാകിസ്ഥാനിലേക്ക് അയച്ച് ഇറാനുമായി ബന്ധപ്പെട്ട സീസ് ഫയർ ചർച്ചകൾ നടത്താനുള്ള പദ്ധതി റദ്ദാക്കി. ഈ ചർച്ചകൾ ഫോൺ വഴി നടത്താമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇനി അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ: യാത്രകൾക്കായി വളരെ സമയം നഷ്ടമാകുന്നു, അവിടെ ആരാണ് തീരുമാനിക്കുന്നത് എന്ന് പോലും ഒരു അറിവില്ല. നമ്മുടെ കൈകളിൽ എല്ലാ ശക്തിയുമുണ്ട്, അവരുടെ കൈകളിലൊന്നുമില്ല. അവർക്ക് സംസാരിക്കണമെങ്കിൽ അവർ തന്നെ വിളിക്കട്ടെ എന്നാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത്. ഇനി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൻ്റെ സമീപത്ത് സംഘർഷം ശക്തമാവുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് 2 കപ്പലുകൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ ആശങ്ക ഉയരുകയാണ്. ഈ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $2 നേട്ടത്തിലാണ്. ഇന്ന് $107 ട്രേഡ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇന്ത്യൻ വിപണി ഇടിവിൽ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നതിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,049-ൽ 95 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 130 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.73% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 1.74% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ റിസൾട്ട് വെള്ളിയാഴ്ച പുറത്തു വന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് ആയിരുന്നു. റിലയൻസ് മാർച്ച് ക്വാർട്ടറിൽ മിക്സഡ് ഫിനാൻഷ്യൽ ഫലങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് കമ്പനിയുടെ വരുമാനം തന്നെയാണ്. റവന്യൂ നല്ല മികച്ച ഒരു റെക്കോർഡ് ഉയരത്തിലെത്തി. എന്നാൽ റിലയൻസിൻ്റെ റിസൾട്ടിൽ കൂടുതൽ സമ്മർദ്ദം നേരിട്ടത് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് വരുമാനം, അതായത് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 2,98,621 കോടി രൂപയാണ്. അങ്ങനെയാണ് ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 12.9% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ഏറ്റവും ഉയർന്ന വരുമാനം കൂടിയാണ്. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 16,971 കോടി രൂപയായി കുറഞ്ഞു. ഇത് 12.6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. റവന്യൂ കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ 6 ക്വാർട്ടറിലെ ഏറ്റവും കുറഞ്ഞ ലാഭമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എബിറ്റഡ 44,141 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. ചെറിയ തോതിൽ മാത്രം ഉയർന്നു. എബിറ്റഡ മാർജിൻ 16.6%-ൽ നിന്നും 14.8%-ആയിട്ടാണ് താഴ്ന്നത്. ഇനി റിലയൻസ് റീറ്റെയിൽ വിഭാഗത്തിൽ ലാഭ വളർച്ച വളരെ മന്ദഗതിയിലായിരുന്നു. ജനുവരി മാർച്ച് ക്വാർട്ടറിൽ ലാഭം വെറും 0.5% മാത്രം ഉയർന്ന് 3,563 കോടി രൂപയായി. ജിയോ പ്ലാറ്റ്ഫോംസിൽ 4% ലാഭ വളർച്ച രേഖപ്പെടുത്തി. ARPU ഉയർന്നതും ഡാറ്റ ഉപയോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായത്. റിലയൻസിൻ്റെ ഈ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൈൽഡ്ലി നെഗറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇന്നത്തെ കുറിച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുറത്തു വന്ന ചില കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക് വരാം. ആദ്യം ആക്സിസ് ബാങ്ക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 0.6% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. 7,071.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 4.7% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 14,457.2 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 159.1% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. മറ്റൊരു സ്റ്റോക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 532.71 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലോസായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത് 2,236 കോടി രൂപയാണ്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 43.4% വലിയൊരു വർധനവുണ്ടായി. 4,371.5 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 38.6% ഇടിവും രേഖപ്പെടുത്തി. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിസൾട്ട് മികച്ചത് തന്നെയാണ്. വളരെ മികച്ച ഒരു കംബാക്ക് തന്നെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അടുത്ത് RBL ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 234% വർധനവ് രേഖപ്പെടുത്തി. 230 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 7% വർധനവാണ് വന്നിരിക്കുന്നത്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 13.6% ഇടിവ് രേഖപ്പെടുത്തിയതും പോസിറ്റീവായി തന്നെ കാണാം. പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് RBL ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. അടുത്തതായി L&T ഫിനാൻസ് ആണ്.
പ്രോഫിറ്റിൽ 26.8% വർധനവ് വന്നപ്പോൾ 806.6 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 24.8% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നു. 3024 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് L&T ഫിനാൻസും രേഖപ്പെടുത്തിയത്. അടുത്ത് M&M ഫിനാൻഷ്യൽ സർവീസസ്. പ്രോഫിറ്റിൽ 55% വർധനമാണ് വന്നത്. 873 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിലാണെങ്കിൽ 13.2% വർധനവ് വന്നു. 4800 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ M&M ഫിനാൻഷ്യൽ സർവീസിൻ്റെ റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. ഈ റിസൾട്ടും വളരെ മികച്ചത് തന്നെയായിരുന്നു. അടുത്തത് മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ വലിയൊരു ഇടിവാണ് വന്നത്. 68.4% ഇടിവ് വന്നു. 117 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ വെറും 3.2% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഇയർ ഓൺ ഇയറിൽ 28,493 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് റിസൾട്ട് വരുന്ന ചില പ്രധാനപ്പെട്ട കമ്പനികൾ കോൾ ഇന്ത്യ, അൾട്രാടെക് സിമൻറ്റ്, അദാനി ടോട്ടൽ ഗ്യാസ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഐ ഫിനാൻസ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, കാനറ റൊബേക്കോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ജിൻഡാൽ സോ, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ്, ഫോണിക്സ് മിൽസ്, പിരാമൽ ഫിനാൻസ്, SBI കാർഡ്സ്, തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്, യൂണി കൊമേഴ്സ് ഇ സൊല്യൂഷൻസ്, വരുൺ ബിവറേജസ്, വെബ്സോൾ എനർജി സിസ്റ്റംസ് തുടങ്ങിയവയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏറ്റവും ടോപ്പ് റിസൾട്ടായിട്ട് തോന്നുന്നത് ഇൻഡസിൻഡ് ബാങ്കിൻ്റെയും RBL ബാങ്കിൻ്റെയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസിൻ്റെയും റിസൾട്ടുകളാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇത് ഒരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. എങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.